ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 26ലെ പ്രോബ്ലംസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ പേജ് നമ്പർ 24ഉം 25ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ എന്താണ്, മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ബൈ ദ സെയിം നാച്ചുറൽ നമ്പർ ഗിവ്സ് എ ഫോം ഓഫ് ദ സെയിം ഫ്രാക്ഷൻ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെയിം നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ഫോമാണ് നമുക്ക് കിട്ടുക. അത് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമുക്കത് മനസ്സിലായതാണ്. അപ്പോൾ ഇവിടെ നൗ കാൻ യു ഫോളോയിങ് ദ ടേബിൾ ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എ നമ്പർ. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കൂ, ഫ്രാക്ഷന് 2/3 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മൾട്ടിപ്ലയർ 4 പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ 8 കിട്ടി, ഡിനോമിനേറ്റർ 12 കിട്ടി. പുതിയ ഫോം 8/12 നമുക്ക് കിട്ടി. ഇനി അടുത്തത് 2/3 ആണ് തന്നിട്ടുണ്ട്. 2/3നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 6 കൊണ്ടാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 6. ഓക്കെ, അപ്പോൾ നമുക്ക് 6 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എത്ര കിട്ടും? 2 × 6 എന്ന് പറയുന്നത് 12. ഓക്കെ, 3 × 6 എന്ന് പറയുന്നത് 18. പുതിയ നമ്പർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 12/18 അല്ലേ? 12/18 എന്ന് നമുക്ക് എഴുതാം. 12/18. ഇനി അടുത്തത് 3/4 ആണ്. 3/4 ഇവിടെ ഡിനോമിനേറ്റർ 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിനോമിനേറ്റർ 12, അതായത് താഴെയുള്ളത് 12 ആണ്. അപ്പോൾ ഏതായിരിക്കും മൾട്ടിപ്ലയർ? 4 നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലയർ ഏതാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് 3 × 3 എന്ന് പറയുമ്പോൾ 9 കിട്ടും. 4 × 3 എന്ന് പറയുമ്പോൾ 12 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ നമുക്ക് പുതിയ ഫോം ഏതാണ് വന്നത്? 9/12 അല്ലേ? ഇനി അടുത്തത് 3/4 ആണ്. ഇവിടെ ന്യൂമറേറ്റർ 12 ആണ് തന്നിട്ടുണ്ട്. അപ്പം ന്യൂമറേറ്റർ ആണ് ഇവിടെ 12. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 12 കിട്ടണമെങ്കിൽ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയർ ഏതാണ്? 4 ആണ്. അപ്പോൾ 3 × 4 12. ഇനി 4 × 4 എത്രയായിരിക്കും? 4 × 4 16. അപ്പോൾ പുതിയ നമ്പർ എത്രയാണ്? 12/16. ഓക്കെ.